സ്പിരിറ്റ് ഫയർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഷീ ഉണ്ടാക്കിയിരിക്കുന്ന ബാരിയർ തകർക്കാതെ തന്നെ സിമാജിയാവോ അതിനുള്ളിലേക്ക് കടക്കുന്നു. അവിടെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു സീക്രട്ട് പ്ലേസിലേക്ക് അവൻ എത്തിപ്പെടുന്നുണ്ട്. അവിടെ അവൻ്റെ വംശത്തിലുള്ളവരുടെ ബ്ലഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുളം അവൻ കണ്ടെത്തുന്നു. ആരോ അവിടെ അതിക്രമിച്ച് കടന്നിരിക്കുന്നത് അറിഞ്ഞ് അതിൻ്റെ കാവൽക്കാരനായ ഒരു ബീസ്റ്റ് ആ കുളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയെത്തുന്നുണ്ട്. സിമാജിയാവോയ്ക്ക് അത് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. പക്ഷേ അതിനെ കൈകൊണ്ട് ആക്രമിക്കാതെ അവൻ ആയുധം ഉപയോഗിച്ചാണ് നേരിട്ടത്. അവൻ്റെ കയ്യിലെ മുറിവ് ഇനിയും വലുതാക്കിക്കൊണ്ട് വരരുത്, വേറെ പുതിയ മുറിവുകളൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ തിരിയാൻ പോരുന്നതിന് മുമ്പ് അവനോട് പറഞ്ഞിരുന്നല്ലോ. അത് ഓർത്തുകൊണ്ടാണ് അവനിപ്പോൾ ആയുധം ഉപയോഗിച്ച് അതിനെ നേരിട്ടത്. അധികം വൈകാതെ അവൻ അതിനെ കൊല്ലുന്നു. അങ്ങനെ അത് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്. അവിടെ അടുത്ത് തന്നെ അവന് മറ്റേ സ്പിരിറ്റ് ഫയറിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയുന്നു. അങ്ങനെ അതെവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് ആരോ അവനെ വിളിക്കുന്നതായി അവന് കേൾക്കാൻ സാധിച്ചത്. അങ്ങനെ ആ ശബ്ദത്തിൻ്റെ ഉറവിടം തേടിയെത്തിയ അവൻ ഒരു കുളത്തിന് നടുക്കായി കറുത്ത താമരയ്ക്കുള്ളിൽ ഇരിക്കുന്ന അവൻ്റെ അച്ഛനെ കണ്ടെത്തുന്നു. ആദ്യം അത് തൻ്റെ അച്ഛനാണെന്ന് അവൻ അറിയാമായിരുന്നില്ല. പക്ഷേ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ മകനാണ് എന്ന് അവൻ്റെ ഉള്ളിൽ സ്പിരിറ്റ് ഫയർ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അവൻ തേടി വന്നിരിക്കുന്ന മറ്റേ സ്പിരിറ്റ് ഫയർ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വാത്സല്യത്തോടെയുള്ള വിളിയിൽ നിന്നും അത് തൻ്റെ അച്ഛനാണോ എന്ന് സംശയം തോന്നി അവൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെയാണ് അവൻ അച്ഛനെ തിരിച്ചറിഞ്ഞത്. അന്നുണ്ടായ ആ വലിയ തീപിടുത്തത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നായിരുന്നല്ലോ ഇതുവരെ അവൻ അറിഞ്ഞു വെച്ചിരുന്നത്. എന്തായാലും സിമായി, ഞാൻ പറഞ്ഞതുപോലെ നിൻ്റെ ജീവൻ രക്ഷിച്ചല്ലോ. നിന്നെ ജീവനോടെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാമെന്ന് അവൻ പറഞ്ഞെങ്കിലും ഇവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ടു പോകാനൊന്നും എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. ഇത്രയും കാലം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ഞാനിങ്ങനെ ഇവിടെ പിടിച്ചു നിന്നത് നിൻ്റെ ഈ വരവിന് വേണ്ടി മാത്രമായിരുന്നു. എന്നെങ്കിലും നിന്നെ കണ്ട് അന്ന് സംഭവിച്ചത് എന്താണെന്ന് നിന്നോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറയാൻ തുടങ്ങുന്നു. തങ്ങളുടെ വംശക്കാരുടെ ബ്ലഡിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ബാക്കിയുള്ള പാലസൈഡുകളെല്ലാം തങ്ങളെ മുതലെടുക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങിയത്. കൂടുതൽ പ്യൂരിറ്റിയുള്ള ബ്ലഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നല്ലോ നിർബന്ധിച്ച് അദ്ദേഹത്തെയും സിമാജിയാവോയുടെ അമ്മയും കൂടി അന്ന് പാലസൈഡുകളെല്ലാം കൂടി വിവാഹം കഴിപ്പിച്ചത്. സിമാജിയാവോ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബ്ലഡിൻ്റെ പ്യൂരിറ്റി നേരിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെപ്പോലെയുള്ള കൂടുതൽ കുട്ടികൾ അവർക്കുണ്ടാവുന്നതിന് വേണ്ടി അവരെ പുറത്തങ്ങ് വിടാതെ പാലസൈഡുകൾ ആ കൊട്ടാരത്തിൽ തന്നെ തടവിലാക്കുകയായിരുന്നു. പാലസൈഡുകളുടെ ഈ തീരുമാനത്തിനെതിരെ അവർ രണ്ടുപേരും കൂടി പ്രതിഷേധിച്ച് നോക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അന്ന് തന്നെ സ്പിരിറ്റ് ഫയർ തൻ്റെ ശരീരത്തിൽ ചേർത്ത് കൂടുതൽ ശക്തനാവാൻ അദ്ദേഹം ശ്രമിച്ചു നോക്കിയതായിരുന്നു. പക്ഷേ സ്പിരിറ്റ് ഫയറിൻ്റെ ചൂട് താങ്ങാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു സമയത്ത് മാനസിക നില തെറ്റുന്നത് പോലെ പോലും അദ്ദേഹത്തിന് അനുഭവപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് അതിൽ നിന്ന് അദ്ദേഹം പിന്മാറിയത്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ സ്പിരിറ്റ് ഫയർ ഉള്ളിലെത്തിയാലുള്ള വേദന നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടും എന്തിനാണ് എന്നെപ്പോലെ ഒരു പിഞ്ചു കുഞ്ചിൻ്റെ ശരീരത്തിൽ അത് ചേർക്കാൻ തയ്യാറായതെന്ന് സിമാജിയാവോ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ മുന്നിൽ അന്ന് അതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. നിൻ്റെ ബ്ലഡ് നല്ല പ്യൂരിറ്റി ഉള്ളതായതുകൊണ്ട് തന്നെ സ്പിരിറ്റ് ഫയർ നിന്നെ നശിപ്പിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ സ്പിരിറ്റ് ഫയർ നിൻ്റെ ശരീരത്തിലേക്ക് മെർജ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് നിൻ്റെ ബ്ലഡിന് പ്യൂരിറ്റി വളരെ കൂടുതലായതുകൊണ്ട് ആ സ്പിരിറ്റ് ഫയർ ഉപയോഗിച്ച് അത് നടക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് അന്ന് നമ്മുടെ വംശത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തു. എല്ലാവരും അവരുടെ ജീവൻ ബലികഴിച്ച് സ്പിരിറ്റ് ഫയറിന് നൽകിയിട്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ഫയർ ഉണ്ടാക്കുക. എന്നിട്ട് അത് നിൻ്റെ ശരീരവുമായി മെർജ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നീ കൂടുതൽ ശക്തനായി മാറും. അങ്ങനെയാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ഫയർ അന്ന് ഉണ്ടാക്കിയത്. പക്ഷേ ഇങ്ങനെ തങ്ങളെല്ലാവരും കൂടി കൂടുതൽ ശക്തമായൊരു സ്പിരിറ്റ് ഫയർ ഉണ്ടാക്കി അതിനുവേണ്ടി എല്ലാവരും ജീവൻ ബലികഴിച്ചു എന്നൊക്കെ പാലസൈഡുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ പ്ലാൻ നശിക്കുമോ എന്ന് അദ്ദേഹത്തിന് പേടിയായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ അഭിനയിച്ച് അവിടെ മുഴുവൻ അദ്ദേഹം തീയിട്ടത്. ആ തീയിലാണ് എല്ലാവരും കൊല്ലപ്പെട്ടതെന്ന് അദ്ദേഹം വരുത്തി തീർക്കുകയായിരുന്നു. സ്പിരിറ്റ് ഫയർ അവൻ്റെ ശരീരത്തിലേക്ക് മെർജ് ചെയ്യാനുള്ള പ്ലാനിൻ്റെ അവസാനത്തെ ഭാഗമായിട്ടായിരുന്നു അവൻ്റെ അമ്മ അന്ന് ജീവൻ ബലികഴിച്ചത്. അങ്ങനെ സക്സസ്ഫുള്ളായി സ്പിരിറ്റ് ഫയർ അവൻ്റെ ശരീരത്തിലേക്ക് ആവുകയും ചെയ്തു. അവിടെ വെച്ച് തങ്ങളുടെ പ്ലാൻ അവസാനിക്കുമെന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ അദ്ദേഹം മരിച്ചുവെന്ന് കരുതി ബാക്കി പാലസൈഡുകളെല്ലാം കൂടി സിമാജിയാവോയെ കണ്ടെത്താനായി ഓടിപ്പോയ സമയത്ത് കുറച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്ന അദ്ദേഹത്തെ ഷീയുടെ ഒരു സ്പൈ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ഇപ്പോഴത്തെ ഷീയും അദ്ദേഹത്തിൻ്റെ മാസ്റ്ററും കൂടി വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ആദ്യം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമെന്ന് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ അത്യാഗ്രഹം ഉണർന്ന് അദ്ദേഹത്തെ കൊണ്ട് പുതിയ സ്പിരിറ്റ് ഫയർ ഉണ്ടാക്കിക്കാനുള്ള ശ്രമം തുടങ്ങുകയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇവരുടെ വംശത്തിലുള്ള കുറേ ആൾക്കാരെ മറ്റേ മൗണ്ടനിൽ കൊണ്ട് താമസിപ്പിച്ചതും അവരുടെ എല്ലാം ബ്ലഡ് ഉപയോഗിച്ച് ഈ സ്പിരിറ്റ് ഫയറിനെ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നതുമൊക്കെ. അങ്ങനെ പഴയ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തീർത്ത ശേഷം അദ്ദേഹം വീണ്ടും അവനോട് ആവശ്യപ്പെട്ടത് എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ വംശം ഒരിക്കലും നശിച്ചു പോകാൻ ഇടയാവരുത്. നമ്മൾ സ്വർഗവും ഭൂമിയും എല്ലാം ഒരേപോലെ ഭരിക്കാൻ
വിധിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണെങ്കിലും നീ ശ്രമിക്കണം, നിന്നെക്കൊണ്ട് അതിന് സാധിക്കും എന്നൊക്കെയാണ്. സിമാജിയാവോയ്ക്ക് ഇത് കേട്ടപ്പോൾ പുച്ഛവും സഹതാപവും ഒക്കെയാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ തങ്ങളുടെ വംശത്തിൽ ആകെ ജീവനോടെയുള്ളത് താൻ മാത്രമാണല്ലോ, എന്നിട്ടും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കുള്ളെങ്കിലും എന്താണ് പ്രശ്നം? നിനക്ക് ഇവിടമൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ 10,000 വർഷങ്ങൾ ജീവിച്ചിരിക്കാൻ സാധിക്കും. അത്രയും കാലം നമ്മുടെ വംശം നിലനിൽക്കുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, തൻ്റെ ശരീരത്തിൽ ഇപ്പോഴുള്ള രണ്ടാമത്തെ സ്പിരിറ്റ് ഫയർ കൂടി അവൻ്റെ ശരീരത്തിലേക്ക് മെർജ് ചെയ്യുകയാണെങ്കിൽ അവൻ ഇപ്പോഴുള്ള പരിക്കുകളൊക്കെ ഉടനെ ഭേദമാകും, നീ കൂടുതൽ ശക്തനാവുകയും ചെയ്യും എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ അങ്ങനെയല്ലാതെ മറ്റൊരു പോസിബിലിറ്റി കൂടി ഉണ്ട് എന്ന് സിമാജിയാവോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ സ്പിരിറ്റ് ഫയർ കൂടി തൻ്റെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ താങ്ങാൻ ശേഷിയില്ലാതെ ഉടനെ തന്നെ താൻ ചാമ്പലായി മാറിയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നവൻ ചോദിക്കുന്നു. പക്ഷേ അവൻ്റെ ബ്ലഡ് വളരെ സവിശേഷപ്പെട്ടതായതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കില്ല എന്നാണ് അച്ഛൻ ഇപ്പോഴും പറയുന്നത്. പിന്നീട് അവനോട് കൂടുതൽ ചോദിക്കാനോ പറയാനോ ഒന്നും നിൽക്കാതെ അദ്ദേഹം സ്വന്തം ശരീരം നശിപ്പിച്ച് ആ സ്പിരിറ്റ് ഫയർ അവന് വേണ്ടി ബാക്കി വയ്ക്കുന്നുണ്ട്. സിമാജിയാവോയ്ക്ക് അദ്ദേഹത്തെ തടയാനോ ഒന്നും പറയാനോ പോലുമുള്ള സമയം കിട്ടുന്നില്ല. പിന്നെ അവൻ്റെ മുന്നിൽ ആ സ്പിരിറ്റ് ഫയർ സ്വീകരിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ അത് സ്വന്തം ശരീരത്തിലേക്ക് ആക്കുന്നു. ഇത്രയും കാലം താൻ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് ഫയറിന് എന്തോ സംഭവിച്ചിരിക്കുന്നുവെന്ന് ഷീക്ക് സൂചന കിട്ടുന്നുണ്ട്. അങ്ങനെ അയാൾ ഞെട്ടി ഉണർന്ന സമയത്താണ് തിങ്ങാനെ കണ്ടെത്തിയിരിക്കുന്നതായി റൂളിംഗ് വിവരം നൽകിയിട്ടുണ്ട് എന്ന് ഒരാൾ വന്നറിയിച്ചത്. എത്രയും പെട്ടെന്ന് തിങ്ങാനെയും കൊണ്ട് അവിടെയുള്ള തായ്ഷൻ മൗണ്ടനിലേക്ക് വരാൻ റൂളിങ്ങിന് ഓർഡർ നൽകാൻ ഷീ പറഞ്ഞയക്കുന്നു. സിമാജിയാവോ മറ്റേ സ്പിരിറ്റ് ഫയർ കൈക്കലാക്കിയിരിക്കാനാണ് സാധ്യത. ഇനി തിങ്ങാനെ ഉപയോഗിച്ച് അവനെ ട്രാപ്പിലാക്കാനാണ് ഷീ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ റൂളിംഗ് തിങ്ങാൻ്റെ സ്ഥലത്തെത്തി അവളെ പിടികൂടാൻ ഒരുങ്ങുന്നു. നിഞ്ചു തങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കാനായി അവനെ അവൾ ഒരു മാജിക് ബാരിയറിനപ്പുറത്താക്കി നിർത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് തന്നെ തുറന്നു വിടാൻ നിഞ്ചു കുറേ പറഞ്ഞെങ്കിലും അവൾ അത് ശ്രദ്ധിക്കുന്നത് പോലുമില്ല. തിങ്ങാൻ പുറത്തെ ബഹളം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് റൂളിങ്ങിനെയും ബാക്കിയുള്ള സൈനികരെയും ഒക്കെ കണ്ടത്. അവളുമായി യാതൊരു ഫ്രണ്ട്ഷിപ്പും ഇല്ലാത്ത രീതിയിലാണ് റൂളിംഗ് സംസാരിച്ചത്. അവളുടെ കൂടെ ഉണ്ടായിരുന്നവർ തിങ്ങാനെ തടവിലാക്കുകയും ചെയ്യുന്നു. നിഞ്ചു അപ്പോഴും അവിടെ നിന്ന് ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു സൈനികൻ അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും റൂളിംഗ് അയാളെ തടയുന്നു. നിഞ്ചുവിനെ അയാൾ ഉപദ്രവിക്കാൻ അവൾ സമ്മതിക്കുന്നില്ല. പക്ഷേ നിഞ്ചു എത്ര പറഞ്ഞിട്ടും റൂളിംഗ് തിങ്ങാനെയും കൊണ്ട് അവിടെ നിന്ന് പോവുക തന്നെ ചെയ്യുന്നുണ്ട്. ഷീ ഈ സമയം തായ്വേ മൗണ്ടനിലെത്തിയിരുന്നു. താൻ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നിരുന്ന സ്പിരിറ്റ് ഫയർ സിമാജിയാവോയുടെ ഉള്ളിൽ മെർജായി കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അയാൾ ആകെ കലിപ്പാവുന്നു. അവനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സിമാജിയാവോ ശക്തമായി അവരെ നേരിടുന്നു. തിങ്ങാനെ ഈ സമയം വേറൊരു മൗണ്ടനിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്. പാലസെഡുകളെല്ലാം അവിടെ ഉണ്ട്. മുമ്പ് തിങ്ങാൻ കാരണം തൻ്റെ മകളെ നഷ്ടപ്പെട്ട ആ പാലസെഡ് ഈ അവസരം മുതലെടുത്ത് തിങ്ങാനെ അറ്റാക്ക് ചെയ്യാനായി മുന്നോട്ട് ചെല്ലുന്നുണ്ട്. പക്ഷേ സിമാജിയാവോയുടെ പ്രൊട്ടക്ഷൻ മാലയിൽ നിന്നുള്ള ഡിഫൻസ് കാരണം അവർക്ക് പിന്മാറേണ്ടി വരുന്നു. വ്യക്തിപരമായ വൈരാഗ്യത്തിന് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. സിമാജിയാവോയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നതിനുള്ള ഒരു ആയുധം മാത്രമാണ് തിങ്ങാൻ. ഇപ്പോൾ ആ ലക്ഷ്യം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കേണ്ടതെന്ന് റൂളിംഗ് ഉൾപ്പെടെയുള്ള പാലസെഡുകളെല്ലാം കൂടി മാറി തിരിഞ്ഞും പറയുന്നതിനാൽ തൽക്കാലം ആ പാലസെഡ് പിന്മാറാൻ തയ്യാറാവുന്നു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് തിങ്ങാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. തിങ്ങാൻ ഇവിടെ ഇങ്ങനെ ട്രാപ്പിലായിരിക്കുന്ന വിവരം അറിഞ്ഞാൽ മാത്രമല്ലേ സിമാജിയാവോ അങ്ങോട്ട് എത്തുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഷീയെ ഈ വിവരം അറിയിച്ച് സിമാജിയാവോയെ അങ്ങോട്ട് എത്തിക്കാൻ റൂളിംഗ് ഒരു പാലസെഡിനെ പറഞ്ഞയക്കുന്നു. ഈ സമയത്ത് ഷീയും സിമാജിയാവോയും തമ്മിൽ ശക്തമായ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാലസെഡ് വന്ന് റൂളിംഗ് തൻ്റെ ലക്ഷ്യം സാധിച്ചിരിക്കുന്നുവെന്നാണ് ഷീയെ അറിയിച്ചത്. എന്താണ് സംഭവമെന്ന് സിമാജിയാവോയ്ക്ക് അപ്പോൾ മനസ്സിലാവുന്നില്ല. എന്തായാലും കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ അവൻ തൻ്റെ കയ്യിൽ വലിയൊരു മുറിവുണ്ടാക്കി ആ ബ്ലഡ് ഉപയോഗിച്ച് മുമ്പ് ഷീ അവിടെ ഉണ്ടാക്കിയിരുന്ന അവൻ്റെ വംശക്കാരുടെ ബ്ലഡ് ഉപയോഗിച്ചുള്ള ആ പൂൾ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഇതേ സമയത്ത് തന്നെ മുമ്പ് സിമാജിയാവോ റെഡിയാക്കിയിരുന്ന ആ പപ്പറ്റ്സുകളെല്ലാം ഷീയുടെ സ്പിരിച്വൽ എനർജിയുള്ള സ്പിരിച്വൽ പീക്കുകളിലേക്കായി എത്തുന്നുണ്ട്. സിമാജിയാവോ അവിടെ നിന്നുകൊണ്ട് തന്നെ ഓർഡർ നൽകിയപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ സമയത്ത് അവിടെ എല്ലാം ഓരോ സ്ഫോടനം നടത്തുന്നു. അങ്ങനെ ആ സ്പിരിച്വൽ പീക്കുകളെല്ലാം നശിക്കുന്നുണ്ട്. തിങ്ങാനെ ഇപ്പോൾ ബന്ധിച്ചിരിക്കുന്ന ആ മലയിലും സ്ഫോടനം നടക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന പാലസെഡുകൾക്കൊന്നും ആദ്യം മനസ്സിലാവുന്നില്ല. സിമാജിയാവോ സ്പിരിച്വൽ വെയിനുകൾ നശിപ്പിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങും. ഇങ്ങനെ ഷിയുടെ കൺട്രോളിലുള്ള എല്ലാ സ്പിരിച്വൽ പീക്കുകളും ഒരുമിച്ച് താൻ നശിപ്പിക്കുകയാണ് എന്നുള്ള വിവരം സിമാജിയാവോ ഈ സമയം അയാളോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു പീക്കിലാണ് തിങ്ങാൻ ഇപ്പോൾ ഉള്ളതെന്ന് അയാൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഈ തീരുമാനമോർത്ത് ദുഃഖിക്കുമെന്ന് അയാൾ പറയുന്നു. പക്ഷേ എന്താണ് അതിൻ്റെ കാരണമെന്ന് സിമാജിയാവോയ്ക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. തിങ്ങാൻ ഇപ്പോഴും അവിടെ തടവിലാണ്. റൂളിംഗ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പായി അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്.
അവളെന്തിനാണ് തന്നെ ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ രക്ഷപ്പെടുത്തുന്നതെന്ന് തിങ്ങാനും മനസ്സിലാവുന്നില്ല. നിന്നെ ഉപദ്രവിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ റൂളിങ് അവളോട് പറയുന്നു. രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് തിങ്ങാൻ പറഞ്ഞപ്പോൾ എന്നെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വംശക്കാരെ മുഴുവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്താതെ എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് റൂളിങ് പറയുന്നു. പക്ഷേ അവൾക്ക് അതിനായി അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. അതിനു മുമ്പ് അവർ നിൽക്കുന്ന കാലത്തേക്ക് തന്നെ വലിയ രീതിയിൽ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്നു. റൂളിങ് അവർക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തിങ്ങാനും തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ അവളെ ഹെൽപ്പ് ചെയ്യുന്നു. അവളുടെ കഴുത്തിലുള്ള ആ മാല അവൾക്ക് ശരിക്കും ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തിങ്ങാനും ആ പൊട്ടിത്തെറി നടക്കുന്ന സ്ഥലത്തുണ്ട് എന്നുള്ള വിവരം സിമാജിയാവോയെ അറിയിച്ചിരുന്നു. അവൻ ജയിച്ചു എന്ന് കരുതണ്ട, അവൻ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ആൾ തന്നെ ഇപ്പോൾ അവൻ്റെ കൈകൊണ്ട് തന്നെ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിക്കുന്നുണ്ട്. തിങ്ങാൻ അപകടത്തിലാണെന്ന് അറിഞ്ഞതോടെ സിമാജിയാവോ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. സിമാജിയാവോ നൽകിയ മാലയുടെ പ്രൊട്ടക്ഷൻ കാരണം തിങ്ങാനും റൂളിങ്ങും കുറേ സമയമൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ നടക്കുന്ന സ്ഫോടനങ്ങളുടെ ശേഷി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അധിക സമയം അതിൻ്റെ പ്രൊട്ടക്ഷനും അവരെ സഹായിക്കുന്നില്ല. അങ്ങനെ ആ പ്രൊട്ടക്ഷൻ തകരുന്നു. രണ്ടുപേർക്കും നല്ല രീതിയിൽ പരിക്കും പറ്റുന്നുണ്ട്. ഇത്തവണ തനിക്കിവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ കഴിയില്ല എന്ന് തിങ്ങാനും മനസ്സിലാവുന്നുണ്ട്. അധികം വേഗാതെ അവളുടെ ബോധവും നഷ്ടപ്പെടുന്നു. സിമാജിയാവോ കഴിയുന്നത്ര വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവിടെ എങ്ങും അവളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. കുറേ തിരഞ്ഞു നടന്നപ്പോൾ അവസാനം അവൾക്ക് നൽകിയ ആ മാല താഴെ വീണ് കിടക്കുന്നത് അവൻ കണ്ടെത്തുന്നു. അത് ഏകദേശം നശിച്ച അവസ്ഥയിലായിരുന്നു. തൻ്റെ സ്പീഡ് ഫയറിൻ്റെ തന്നെ ആക്രമണമായതുകൊണ്ട് അതിന് പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്ന് അവന് മനസ്സിലാവുന്നു. തിങ്ങാൻ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ ഒരു സോൾ സെർച്ച് നടത്തുന്നുണ്ട്. ഒരുപാട് ശ്രമിച്ചിട്ടും അവളുടെ ചെറിയൊരു ട്രേസ് പോലും അവന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവൾ മരിച്ചു കാണും എന്ന് തന്നെ അവൻ ഏകദേശം ഉറപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിലും അവളുടെ സോളിൻ്റെ അംശമെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്ന് അവൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നിഞ്ചുവും പല വഴിക്കായി അവളെ അന്വേഷിച്ച് പോയിരിക്കുകയായിരുന്നു. അവസാനം അവൻ തിരിച്ചെത്തുന്നു. മണിക്കൂറുകളായി അന്വേഷിച്ചിട്ടും അവളെ കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിക്ക് അവൾ മരിച്ചു കാണുമായിരിക്കുമെന്ന് നിഞ്ചു പറയുന്നുണ്ട്. പക്ഷേ സിമാജിയാവോ അത് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ മരിക്കില്ല, എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്താൻ പറഞ്ഞ് അവൻ വീണ്ടും അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അവൻ തളർന്നു വീഴുന്നു. അവൻ രണ്ടാമത്തെ സ്പിരിറ്റ് ഫയർ അവൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് അധിക സമയം കഴിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ആ രണ്ട് സ്പിരിറ്റ് ഫയറും കൂടി ഇതുവരെ ഒരുമിച്ച് ചേർന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവൻ ഇങ്ങനെ ഇത്രയും സ്പിരിച്വൽ പവർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവൻ്റെ കണ്ടീഷൻ ഇത്രയും മോശമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഞ്ചു അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തിങ്ങാനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് പറഞ്ഞ് സിമാജിയാവോ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ തളർന്ന് മയങ്ങി വീണ് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് 18 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് കാണിക്കുന്നത്. തിങ്ങാനെ കാണാതായിട്ട് 18 വർഷമായിരിക്കുന്നു. അന്ന് മയങ്ങി വീണ സിമാജിയാവോ ഇതുവരെ ഉണർന്നിട്ടില്ല. അവൻ്റെ ശക്തി ക്ഷയിച്ചതോടെ ഡീമൺസിൻ്റെയും ഇമ്മോർട്ടൽസിൻ്റെയും ഇടയിലുണ്ടായിരുന്ന ആ ബാരിയർ നശിക്കുന്നു. അങ്ങനെ ഡീമൺസ് അവരുടെ സ്ഥലത്തേക്ക് കടന്നു കയറി ഇപ്പോൾ എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലസിഡുകളെല്ലാം ഒരുമാതിരി നശിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ നിഞ്ചു തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർക്ക് നേതൃത്വം നൽകി ഡീമൺസിനെതിരായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ജനറലായ ആൻ കൂടി അവൻ്റെ ഒപ്പമുണ്ട്. പുതിയ ഡീമൺ ലോഡാണെങ്കിൽ ഓരോ ദിവസവും പുതിയ ഓരോ സിറ്റികളായി ഇവിടെ നിന്ന് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ ഈ സെലസ്റ്റിയൽ പാലസ് തന്നെ നശിക്കുമെന്ന് സിമാജിയാവോയുടെ കൂടെയുള്ളവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മാസ്റ്റർ യുവാൻ ഇപ്പോഴും അവർക്കൊപ്പമുണ്ട്. അദ്ദേഹവും ഇവരോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. ഇനി അവരുടെ ഭാഗത്ത് വളരെ കുറച്ച് സൈനികർ മാത്രമേ ജീവനോടെ അവശേഷിക്കുന്നുള്ളൂ. ഡീമൺസ് ആണെങ്കിൽ അവരുടെ അടുത്ത് എത്താറായിരിക്കുന്നു. എങ്ങനെയൊക്കെയാണെങ്കിലും ഗ്രാൻഡ് മാസ്റ്റർ പ്രൊട്ടക്റ്റ് ചെയ്യും, ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവർ ശത്രുക്കളെ നേരിടാൻ തയ്യാറെടുക്കുന്നു. ഡീമൺസ് അവരുടെ മുന്നിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് സിമാജിയാവോ തൻ്റെ നീണ്ട 18 വർഷത്തെ ആ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. അങ്ങനെ അവൻ ആ ഡീമൺസിനെ എല്ലാം കൊല്ലുന്നുണ്ട്. നിഞ്ചു സന്തോഷ കണ്ണീരോടെ സിമാജിയാവോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ്റെ ഉള്ളിലെ ആ സ്പിരിറ്റ് ഫയർ രണ്ടും ഒരുമിച്ചായിരിക്കുന്നുവെന്ന് നിഞ്ചുവിന് മനസ്സിലാവുന്നുണ്ട്. തിങ്ങാനെ പറ്റിയാണ് സിമാജിയാവോ ആദ്യം അന്വേഷിച്ചത്. അവരുടെ വംശത്തിൽ മരിക്കുന്നവർക്ക് ഒന്നുകൂടി ജനിക്കാനുള്ള ചാൻസ് കിട്ടുമല്ലോ. പക്ഷേ അന്ന് തിങ്ങാനും റൂളിങ്ങും അങ്ങനെ ഒരു അപകടത്തിൽ സ്പിരിറ്റ് ഫയർ കാരണം കൊല്ലപ്പെട്ടതുകൊണ്ട് അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് പോലും അവർക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെ അവരുടെ സോളിൻ്റെ ഒരു അംശം പോലും തനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ നിജു വളരെ വിഷമത്തോടെ അവനെ അറിയിക്കുന്നു. ഷിയെക്കുറിച്ചായിരുന്നു പിന്നെ അവൻ അന്വേഷിച്ചത്. അന്നത്തെ യുദ്ധത്തിൽ ഷിയുടെ വംശക്കാർക്കെല്ലാം കാര്യമായി പരിക്കേറ്റു. പക്ഷേ ഷിയുടെ ഡെഡ് ബോഡി എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അയാൾ ഉറപ്പായും രക്ഷപ്പെട്ടു പോയി കാണണം, എവിടെയെങ്കിലും മറ്റൊരു പേരിൽ ജീവിക്കുന്നുണ്ടായിരിക്കണം എന്ന് നിഞ്ചു അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു പോയിരിക്കാൻ സാധ്യത ഡീമൺസിൻ്റെ ഇടയിലേക്കായിരിക്കണം. ആ ബാരിയറിലുണ്ടായ വിള്ളൽ അയാൾക്ക് രക്ഷപ്പെടാൻ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഡീമൺസിൻ്റെ ഇടയിൽ പോയി അയാളെ കണ്ടെത്തണമെന്ന് സിമാജിയാവോ അറിയിക്കുന്നു. അങ്ങനെ അവൻ ഷിയെ അന്വേഷിച്ച് ഡീമൺസിൻ്റെ ഇടയിലേക്ക് പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ മാസ്റ്റർ യുവാൻ അവനോടൊരു റിക്വസ്റ്റ് നടത്തുന്നുണ്ട്.
അന്നത്തെ യുദ്ധത്തിൽ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെ ഡീമൺസ് പിടിച്ചുകൊണ്ട് പോയിരുന്നു. ഒരുപാട് പേർ ഇപ്പോഴും മിസ്സിംഗ് ആണ്. അങ്ങനെയുള്ള ആരെയെങ്കിലും ഡീമൺസിൻ്റെ താവളത്തിൽ വെച്ച് കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഷെൽട്ടർ ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തത്. സിമാജിയാവോ അത് സമ്മതിക്കുന്നു. അവിടെ മാകെ ഇപ്പോൾ ഈ യുദ്ധവും മറ്റും കാരണം നശിച്ചിരിക്കുകയാണല്ലോ. താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അത് സിമാജിയാവോയെക്കുറിച്ച് വിഷമിപ്പിക്കുന്നുണ്ട്. എന്തായാലും അവൻ ആ ബാരിയറിനിടയിലുണ്ടായ വിള്ളലുകളെല്ലാം അടയ്ക്കുന്നു. അങ്ങനെ ഇനി ഡീമൺസ് അങ്ങോട്ട് വന്ന് ഒരു ആക്രമണം നടത്തുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഷിയെ അന്വേഷിച്ച് അവൻ പുറപ്പെടുന്നുണ്ട്. നിഞ്ചുവും മറ്റൊരു സൈനികനും കൂടി അവനെ പിന്തുടരുന്നു. അയാൾ മെഡിസിനിലൊക്കെ മിടുക്കനാണ്. അതുകൊണ്ടാണ് അയാളെ കൂടി സിമാജിയാവോ ഒപ്പം കൂട്ടിയത്.